ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിന്റെ ഇടയിൽ കടങ്ങൾ കയറിയിട്ട് കടബാധ്യത ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്ന ആയിരങ്ങളെ നമുക്കറിയാം. നമ്മളൊക്കെ പ്രൈവറ്റായി ഓരോ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, വ്യക്തിപരമായി പലരും പരിചയപ്പെടുമ്പോൾ പലരും സങ്കടത്തോടെ പറയാറുണ്ട്. പക്ഷെ അവരെ കണ്ടാൽ ഒരു പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. പക്ഷെ അവർ പെട്ടെന്ന് പറയുന്നതാണ്, ഉസ്താദേ 40 ലക്ഷം രൂപ കടമുണ്ട്, ഒരുപാട് സ്വർണങ്ങൾ പണയത്തിലാണ്. ഇങ്ങനെ കടബാധ്യതകളുടെ കണക്കുകൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ വല്ലാതെ വിഷമം തോന്നാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കടബാധ്യതകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉഹദ് മലയോളം കടം നിങ്ങൾക്കുണ്ട് എങ്കിലും ആ കടബാധ്യതകളെ മുഴുവനും നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, അതിൽ നിന്ന് നിങ്ങളെ കരകയറ്റുന്ന നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ഇൻഷാ അല്ലാഹ് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുള്ള നമ്മുടെ പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി സന്തോഷകരമായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സാധാരണ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മൾ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യർ. ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ, ആ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികം മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുന്ന രീതി നമ്മളിൽ പലരിലും ഉണ്ട്. അതൊരു സ്വാഭാവികതയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ക്രയവിക്രയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് സുഗമമാക്കാൻ വേണ്ടിയിട്ട് അവനില്ലാത്ത സമയത്ത് മറ്റുള്ളവരിൽ നിന്ന് ഇരവെടുക്കുക, കടമെടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികതയാണ്, ഒരു മനുഷ്യന്റെ പ്രകൃതമാണ്. അതിനെ ഒരിക്കലും ഇസ്ലാം എതിർക്കുന്നുമില്ല. ആവശ്യമായ ഘട്ടത്തിൽ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങുന്നത് കൊണ്ട് പ്രശ്നമില്ല, പ്രയാസമില്ല. പക്ഷേ അനാവശ്യത്തിന് കടം വാങ്ങുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇസ്ലാം വിലക്കുന്ന കാര്യമാണ്. അഥവാ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുക. അതേപോലെ തന്നെ പരിശുദ്ധമായ ഫിഖ് പഠിപ്പിക്കുന്നത്, ശറഅ് പഠിപ്പിക്കുന്നത് എപ്പോഴാണ് ഒരു മനുഷ്യന് കടം വാങ്ങൽ ഹറാമാകുന്നത് എന്നുള്ള വിഷയം. കടം ഒരു മനുഷ്യന് വാങ്ങൽ അനുവദനീയമാണ്, ഹലാലാണ്. പക്ഷെ കടം വാങ്ങൽ ഹറാമാകുന്ന ചില സമയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് ആ വാങ്ങുന്ന കടം എന്നെ കൊണ്ട് വീട്ടി തീർക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ, എന്ന ഭാവന അവനുണ്ട് എങ്കിൽ ഒരിക്കലും ആ കടം നമ്മൾ വാങ്ങാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്, ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഇത്രയും ബാധ്യത എനിക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ആ കടം നമുക്ക് വാങ്ങൽ ഹലാലല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, വീടെന്ന സ്വപ്നം, മകളുടെ വിവാഹം, മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം, ഭൗതികമായ ആഗ്രഹങ്ങളിലൂടെ അഥവാ വാഹനങ്ങൾ നേടുക, നല്ലൊരു വീട് വെക്കുക, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിലേക്കൊക്കെ എളുപ്പം കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോണുകൾ എടുക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ കടമായി വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷേ സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ എല്ലാ ബന്ധങ്ങളും അവിടെ തകരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ, കടബാധ്യത എങ്ങനെ തീരുമെന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഹത്തരമായ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ ഒരു ഉപാധിയായി ഇന്ന് പറഞ്ഞു തരികയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവിടത്തെയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് ആയിഷ ബീവിയാണ് പറയുന്നത്. ആയിഷ ബീവി പറയാണ്, എനിക്ക് അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദുആ പഠിപ്പിച്ചു തന്നു. ആയിഷ ബീവിക്ക് അള്ളാഹുവിന്റെ റസൂൽ ദുആ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലിമുക്കി, നിനക്ക് ഞാനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം ആയിഷ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ആ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കിയാൽ, പതിവാക്കിയാൽ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു തആല നിറവേറ്റിത്തരും. നിന്റെ കടബാധ്യതകൾ അല്ലാഹു തആല ഒഴിവാക്കി തരും. എന്താണ്, എത്രത്തോളമാണ്? ലൗ കാന അലൈകി മിസ്ലു ഉഹദിൻ ദൈന, ഉഹദ് മലയോളം സമമായ കടബാധ്യതകളും നിന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും ആ കടബാധ്യതകളെ മുഴുവനും ഒഴിവാക്കാൻ ഈ പ്രാർത്ഥന നിനക്ക് ഉപകരിക്കും ആയിഷ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്.
പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം എന്നുള്ളതാണ്. ഹദ്ദാദ് റാത്തീബിലൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന ഓതുന്ന ഒരു ദുആയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നുകൂടി പറയാം: യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം. ഒന്നുകൂടി പറയുന്നു: യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം. ഇത് പ്രയാസങ്ങൾ നിൽക്കുന്ന അല്ലാഹുവേ, പ്രയാസങ്ങൾ മാറ്റി തുറസ്സ നൽകുന്ന അല്ലാഹുവേ, മനോദുഃഖങ്ങൾ മാറ്റി സന്തോഷം നൽകുന്ന അല്ലാഹുവേ, അടിമകളോട് കാരുണ്യവും പാപമോചനവും ചെയ്യുന്ന പടച്ചവനെ എന്നർത്ഥം വരുന്ന ദിക്റാണ്. ഇതിങ്ങനെ പ്രാവർത്തികമാക്കിയാൽ, ഇതിങ്ങനെ ആവർത്തിച്ച് ജീവിതത്തിൽ പറയാൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങളൊക്കെ ഒഴിവാക്കും. അല്ലാഹു തആല അങ്ങനെ കടബാധ്യതകളിൽ നിന്ന് കരകയറാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.